അതെ, മറ്റൊരു പുലി വാർത്തയുണ്ട്. അതായത് ചാലക്കുടി ടൗണിൽ പുലി ഇറങ്ങിയതായ സംശയം. പുലിയോട് രൂപസാദൃശ്യമുള്ള ജീവിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നോടെയാണ് ആശങ്കയുണ്ടായത്. സൗത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്തിലൂടെ പുലി എന്ന് കരുതുന്ന ജീവി, പുലി തന്നെയാണല്ലേ, നടന്നു പോകുന്നതാണ് വ്യക്തമായിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നോക്കാം. ഞങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയും വയസ്സായ ആൾക്കാർ വീട്ടിലുള്ളതുകൊണ്ട് മോൻ ക്യാമറ വെച്ചതാണ്. അപ്പൊ മോൻ ഇന്നലെ അവിടെ ദിവസം നോക്കും അവൻ അവിടെ. അപ്പൊ ഇന്ന് രാവിലെയാണ് അവൻ ഇന്നലത്തെ വീഡിയോ നോക്കിയത്. അപ്പൊ നോക്കിയപ്പോ രാവിലെ 24-ാം തീയതി രാവിലെ 4:53 നമ്മുടെ വീടിന് മുമ്പ് കൂടി ഒരു പുലി പോണോമേ ഒന്ന് പോലീസിൽ വിളിച്ച് പറയാ ചെയ്ത്. അപ്പൊ നോക്കിയപ്പോ എന്നിട്ട് അവൻ തന്നെ വീഡിയോയും ഫോട്ടോയും അയച്ചു തരികയും ചെയ്തു. അത് ഞങ്ങള് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാലക്കുടി സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് ഒരു 3-4 വീടപ്പുറം നമ്മുടെ കണ്ണമ്പുഴ അമ്പലത്തിലേക്കുള്ള റോഡില് അയിനിക്കാട്ട് മഠം രാമനാഥൻ ചേട്ടന്റെ വീട്ടിലാണ് 24-ാം തീയതി പുലർച്ചെ അവരെ ക്യാമറയിൽ പുലിയെന്ന് തോന്നാവുന്ന ആ രൂപത്തിലും ഭാവത്തിലൊക്കെ പുലിയെന്ന് തോന്നാവുന്ന ഒരു മൃഗത്തെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞപടി തന്നെ ആൾക്കാരെല്ലാവരും ഒരു പരിഭ്രാന്തരാണ്. എല്ലാവരും അവരവരുടെ വീടുകളിലെ ക്യാമറ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൗൺസിലർ വിജയ് ജോജിയാണ് ഇപ്പോൾ ഇക്കാര്യം വിശദീകരിച്ചത്. ശ്യാംപ്രസാദ് ഉത്തമൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചാലക്കുടി ടൗണിന് സമീപത്താണ് ഇത്തരമൊരു ദൃശ്യം കാണുന്നത്. വനത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് അതിനാൽ തന്നെയാണ് അത്ഭുതം വരുന്നത്. അവിടെയും പുലി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? പുലി തന്നെ ഉറപ്പിക്കുക അല്ലേ? തീർച്ചയായിട്ടും ഉറപ്പിക്കാം എന്ന രീതിയിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടത് ഈ കാണുന്ന CCTV ആണ്. ഈ CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുലി ആ കാണുന്ന പറമ്പിലൂടെ നടന്നു പോകുന്നതാണ്. അത് കണ്ടത് ഈ അയിനിക്കാട്ടുമരം രാമനാഥൻ്റെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. മകൻ ദുബായിൽ നിന്നാണ് കണ്ടത്. ചേട്ടാ, മകനായിരുന്നു ഇത് അയച്ചു തന്നത്? അതെ, മകനാ അയച്ചു തന്നെ. ആണോ? എന്നാ അയച്ചു തന്നെ? ഇന്ന് കാലത്ത് അയച്ചു തന്നെ. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? ഞാൻ എല്ലാ ഇൻഫർമേഷൻ വൈഫിൻ്റെ അടുത്ത ഇൻഫർമേഷൻ പറഞ്ഞു. എൻ്റെ അടുത്തും പറഞ്ഞു. എനിക്കറിയില്ല അതിനെ പറ്റി. ഇത് കണ്ടപ്പോൾ ഒരു പേടി എന്തെങ്കിലും തോന്നിയോ? ഒരു പേടിയില്ല. എന്തായാലും രാമനാഥൻ ചേട്ടന് അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷേ നിലവിൽ ഈ കാണുന്ന ഈ റോഡ് വഴിയാണ് ഈ പുലി നീങ്ങിപ്പോകുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഇത് പുലി തന്നെയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് തൊട്ടപ്പുറത്ത് ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട്. ആ ചാലക്കുടി പുഴ ഒഴുകുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ കൊരട്ടിയിൽ ഇത്തരത്തിൽ പുലിയെ പിടിക്കുന്നതിന് വേണ്ടി 2 കൂടും 10 ക്യാമറയും എല്ലാം സ്ഥാപിച്ചിരുന്നു. ആ കൊരട്ടിയിലെ പുലിയുടേതിന് സമാനമാണ് നിലവിൽ കണ്ട പുലി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മോടൊപ്പം വാർഡ് കൗൺസിലർ ജോജി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോഴത്തെ ഈ കണ്ട പുലിയെ കൊരട്ടിയിലെ പുലിയാണെന്നൊരു സംശയമുണ്ടോ? ഇവിടെ എല്ലാവരും വളരെ സംശയം പറഞ്ഞാൽ ഇവിടെ വന്നിരുന്ന ഒരു ആൾക്ക് പറഞ്ഞ കൊരട്ടിയുള്ള പുലിയായിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് ഈ അടുത്ത് പുഴ ഉള്ള ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ നീങ്ങിയ പുഴയുണ്ട്. പക്ഷേ ഈ കൊരട്ടിയിലേക്ക് എത്തണമെങ്കിൽ അവിടെ നിന്ന് 7 കിലോമീറ്ററോളം ഉണ്ട്. ഈ കൊരട്ടിയിൽ പുലിനെ കണ്ട സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് ചെറങ്ങര ഭാഗത്ത് ചെറങ്ങരയും ചാലക്കുടി പുഴയും തമ്മിൽ 7 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ദേശീയപാതയിലൂടെയൊക്കെ പുലി ഓടി വരുന്ന അല്ലെങ്കിൽ ഇത്രയും ദൂരെ നിന്ന് ഈ വരുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പുലി വേറെയാകാം, ഇത് വേറെയാകാം. രണ്ടും രണ്ടാവാന് 100% സാധ്യത. അതോടൊപ്പം തന്നെ വെച്ചാൽ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ 50 മീറ്റർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ 2 സർക്കാർ ഭൂമികളാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഒന്ന് പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലം. പോലീസ് ക്വാർട്ടേഴ്സിലെ സ്ഥലത്ത് അവിടെ വലിയ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു 100 മീറ്റർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 150 മീറ്റർ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലമുണ്ട്. അതും കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരിയായിട്ട് മിനിയെന്നാളാണ് ഇവിടെ വന്നായിട്ട് പറയപ്പെടുന്നത്. അന്ന് അവിചാരിതമായിട്ട് ഞാൻ താമസിക്കുന്ന കോളനിക്കകത്തുള്ള ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ജോജി, ഇവിടെ ഉറപ്പായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് പുലിയുണ്ട്. കാരണം ഇവിടെ ഒത്തിരി നായ്ക്കളുണ്ടായിരുന്നു, തെരുവ് നായ്ക്കളുണ്ടായിരുന്നു. ഇപ്പോൾ തെരുവ് നായ്ക്കളൊന്നുമില്ല. വലിയ രീതിയിൽ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പ് ഞാൻ ഇവിടെ പറയണത്, ഇവിടെ പുലിയുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ പുറത്തിറങ്ങാൻ വരും മടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടാ, വെറുതെ കണ്ടിക്കണ്ട് പറയരുത് നമ്മൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി. പക്ഷേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ അവിടെ പട്ടിയുടെ വലിയ കുരയും കാര്യങ്ങളൊക്കെ ഇവർ തൊട്ടപ്പുറത്ത് ഉള്ള വീടിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരു വാർഡ് കൗൺസിലർ എൽസോദേശറ ബന്ധുവിൻ്റെ വീടിൻ്റെ ഭാഗത്തും പുലിയുടെ നിന്ന് സംശയിക്കാവുന്ന രീതിയിലുള്ള കാൽപ്പാടൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ അവർ ഈ ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഉറപ്പ്. ഇപ്പോൾ ഈ അയൽവാസി പറഞ്ഞത് ഏകദേശം ശരിയാണെന്ന് തോന്നുന്നുണ്ട്. തെരുവുനായ്ക്കളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതായത് തെരുവുനായ്ക്കളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞൊക്കെയാണ്. അപ്പോൾ അതിപ്പോൾ ഇവിടെ പലരും പറഞ്ഞാൽ തെരുവുനായ്ക്കളെ മുഴുവൻ പിടിച്ച് തിന്നാവണമെന്നില്ല. ഈ പുലിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഈ തെരുവുനായ്ക്കൾ വേറെ ഭാഗത്തേക്ക് മാറുന്ന പറയണത്, ഓടി രക്ഷപ്പെടുന്ന പറയണത്. അപ്പോൾ അങ്ങനെയും സംഭവിച്ചതാവാം. ഇപ്പം എങ്കിലും തെരുവുനായ്ക്കൾ വലുതായിട്ട് കുറഞ്ഞു. ഈ കാട് ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഏരിയ ഭയങ്കര കാര്യമായിട്ട് ഇവിടെ അടുത്തുണ്ട്. ഫോറസ്റ്റ് ഏരിയ ഇവിടുന്ന് അടുത്തില്ല. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറമാണ് ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. ഇവിടുന്ന് കൊന്നക്കുഴി ഭാഗത്തേക്ക്
ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലാണ് ഫോറസ്റ്റ് ഏരിയ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് വന്നതാവാം. അതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മുഴുവൻ പുഴ മറ്റേ അതിരപ്പള്ളി എന്നുള്ള പുഴ ഒഴുകി പോകുന്നത് ഇവിടെ നിന്ന് 150 മീറ്റർ മാത്രം അകലേക്കൂടെയാണ്. ഈ പറഞ്ഞ സ്ഥലത്തു നിന്നും നമ്മുടെ ഈ സ്ഥലത്തു നിന്നും 150 മീറ്റർ അകലെ നമ്മുടെ കണ്ണമ്പുഴ അമ്പലത്തിൻ്റെ അടുത്ത് ഈ പുഴയുണ്ട്. ആ പുഴയിലൂടെ സമീപത്തിൽ കൂടെ ഇത് വന്നുകൂടായില്ല. അതോടൊപ്പം തന്നെ പുഴയുടെ സൈഡിലൊരു ഓവുണ്ട്. ആ ഓവിൻ്റെ ഉള്ളിൽ കൂടെ സ്ഥിരം മലമ്പാമ്പ് വരലുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം മുൻപ് കാട്ടുപന്നി ഉണ്ടായിരുന്നു, മയിലിനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിൻ്റെ എല്ലാം മൃഗങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ നാട്ടിലേക്ക് ഇറങ്ങിയത് ഇനി തിരികെ പോകാനുള്ള സാധ്യത കുറവാണെന്നാണോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മറ്റും പറയുന്നത്? അവരിപ്പോൾ ഇന്ന് വന്ന് ജസ്റ്റ് ഒരു പരിശോധന നടത്തി പോയിട്ടുള്ളത്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും അതിൻ്റെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരോട് എത്തിച്ചേരും. അപ്പോൾ അവർ ശരി